ആരാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ? ഇതൊരു ചോദ്യമായി ചോദിക്കുന്നതല്ല, പലർക്കും അറിയില്ലാത്ത ഉത്തരം തന്നെയാണ്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലിന മെഡിന എന്ന ഒരു കുട്ടിയുടെ പേരിലാണ്. അത് പെറുവിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. 1939 ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവൾക്കുള്ളത് 5 വയസ്സും 7 മാസവും 21 ദിവസവും മാത്രമായിരുന്നു. ഈ 5 വയസ്സുള്ള അമ്മയുടെ കുഞ്ഞിന്റെ അപ്പൻ ആരാണെന്നറിയാവോ? അത് സ്വന്തം അപ്പൻ. ആ കുഞ്ഞിന് ജന്മം നൽകിയ പിതാവാണ് ആ ഗർഭത്തിന് ഉത്തരവാദി. വർഷങ്ങളും അവൾ പറഞ്ഞില്ല. 90 വയസ്സ് വരെ ആയിട്ടും അവൾ പറഞ്ഞില്ല. പക്ഷേ ലോകമറിഞ്ഞു അതിൻ്റെ ചില തെളിവെടുപ്പിലൂടെ. ഇങ്ങനെ ഒത്തിരി പിതാക്കന്മാരുള്ള ഈ ലോകത്താണ് ഞാൻ ഫാദേഴ്സ് ഡേയുടെ ആശംസകൾ നിങ്ങൾക്ക് നൽകുന്നത്. ഫാദേഴ്സ് ഡേയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുകയാണ് എല്ലാ പിതാക്കന്മാരും. കുഞ്ഞുമക്കളെ ജീവന്റെ ജീവനായി കരുതുന്ന പിതാക്കന്മാർക്ക് വേണ്ടിയുള്ള ഫാദർ ഡേ ആശംസകൾ. പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഫാദേഴ്സ് ഡേ. ആദ്യം ഞാൻ പറഞ്ഞത് നെഗറ്റീവാണ്. ഇനി പറയുന്നത് നെഗറ്റീവല്ല, അപ്പനോടാണ്, അമ്മയോടാണ്, മക്കളോടാണ്. എവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഏവർക്കും നമസ്കാരം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷയങ്ങളുമായി ചാനൽ. ഒരു മീനിന് 2 ലക്ഷം രൂപയോ? ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. അരോണ എന്ന മീനിന്റെ കുഞ്ഞിന് തന്നെ കൊടുക്കണം 1500 രൂപ. എന്ത് ഈ ഫിഷിന് ഇത്രയും വിലയെന്ന് ചോദിക്കുമായിരിക്കാം. ഒത്തിരി വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് എന്താണെന്നറിയാവോ? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്നും പറയാം. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ഒരു ഫിഷ് ടാങ്കിലെ 2 അരോണ മീനുകൾ, ആണും പെണ്ണും, 2 സ്നേഹത്തോടെ ഒരുമയോടെ കൂട്ടിയൊരുമി നീന്തുകയാണ്. ഞാനും വളരെ കൗതുകത്തോടെയാണ് അത് വീക്ഷിച്ചത്. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു മീൻ തുരുതിരാ മുട്ടയിടുന്നു. ആൺമീൻ, അതായത് അതിൻ്റെ അപ്പൻ, ആ മുട്ടകളെയെല്ലാം തിന്നുകയാണ്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇത്രയധികം വിലയുള്ള മീനിന് ആ വകതരിവില്ലല്ലോ എന്ന് തോന്നി. ചില മൃഗങ്ങളിൽ ഈ സ്വഭാവം ഉണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഫിഷ് ടാങ്കിൽ ആഹാരം കൊടുക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ ആൺമത്സ്യം ആഹാരം കഴിക്കുന്നത് കാണുന്നേയില്ല. ആഹാരം കഴിക്കാതെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. 50ഓളം ദിവസങ്ങൾ അങ്ങനെ കടന്നു. ആ മീൻ വായ തുറന്നു, അതായത് ആ അപ്പൻ മീൻ വായ തുറന്നു. അതിലൂടെ ഒത്തിരി മീൻ കുഞ്ഞുങ്ങൾ തുള്ളിക്കളിച്ച് പുറത്തേക്ക് വരികയാണ്. ഒത്തിരി സന്തോഷത്തോടെ അച്ഛൻ്റെ കരുതലിൽ നിന്നും, കാത്തുവയ്ക്കലുകളിൽ നിന്നും, കാത്തിരിപ്പിൽ നിന്നും ഗ്രേറ്റ് ഫാദർ എന്ന് തന്നെ ആ മീനിനെ വിളിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ആ മീനിനെ, അല്ലെങ്കിൽ ആ മീനിന്റെ സവിശേഷത കണ്ടപ്പോൾ. ഏതാണ്ട് മിക്ക ജീവികളും കുഞ്ഞുങ്ങളെ പ്രധാനമായും പ്രസവിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പെൺജീവികൾ തന്നെയാണ്. എങ്കിലും ചില ജീവികൾ, ഇപ്പൊ ഞാൻ പറയുന്ന അരോണ പോലെ ഉള്ള ജീവികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്തതാണ്. സീ ഹോഴ്സ് നാം കേട്ടിട്ടുണ്ടാവും. ജീവജാലങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ഉദാഹരണം എന്ന് പറയാം. ചില സിനിമകളുടെ പേര് കേട്ടില്ലേ, കുതിരമീൻ എന്നൊക്കെ. അത് വളരെ അർത്ഥവത്താണ്. പെൺകുതിരമീൻ മുട്ടകൾ ആൺകുതിരമീനിന്റെ പ്രത്യേക സഞ്ചിയിലേക്ക് നിക്ഷേപിക്കുന്നു. ആൺജീവിയാണ് മുട്ടകൾ വഹിച്ച് കുഞ്ഞുങ്ങളെ പുറത്തുവിടുന്നത്. എംപറർ
പെൻഗ്വിൻ എന്ന് പറയുന്നത്. ഈ എംപറർ പെൻഗ്വിനും പെൺ പെൻഗ്വിൻ ഭക്ഷണം തേടി പോകുമ്പോൾ ആൺ പെൻഗ്വിനാണ് മുട്ടകളെ കാലുകൾക്ക് മുകളിൽ വെച്ച് ഏകദേശം 2 മാസത്തോളം കാത്തു സൂക്ഷിക്കുന്നത്. റിയ എന്ന പക്ഷികൾ ചെയ്യുന്നതും അത് തന്നെയാണ്. തന്റെ കൂടുകളിൽ പെൺപക്ഷികളുടെ മുട്ടകളെ ആൺപക്ഷികളാണ് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. ജക്കാനയും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ആൺപക്ഷിയാണ്. ജയന്റ് വാട്ടർ ബഗും ആൺജീവിയുടെ പുറത്ത് പെൺജീവി മുട്ടകളിടുകയാണ്. അവ വിരിയുന്നത് വരെ ആൺജീവി അവയെ സംരക്ഷിക്കുന്നു. പ്രകൃതിയിൽ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ചുമതല എപ്പോഴും അമ്മമാർക്ക് മാത്രമല്ല എന്നാണ് ഇത് പറയുന്നത്. ചില ജീവികളിൽ അച്ഛന്മാർ തന്നെ മാതാ പിതൃ പരിപാലനത്തിന്റെ വലിയ പങ്ക് വഹിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണം നമ്മുടെ സീ ഹോഴ്സ് എന്ന കുതിരമീൻ തന്നെയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലല്ല. ഒരു മാതാവിന്റെ ഉദരത്തിൽ ജനിക്കുമ്പോൾ ഒരമ്മ മാത്രമല്ല അവിടെ ജനിക്കുന്നത്, ഒരച്ഛനും കൂടിയാണ് അവിടെ ജനിക്കുന്നത്. അമ്മയുടെ സ്നേഹം പലപ്പോഴും വാക്കുകളിലൂടെ ഒഴുകുമ്പോൾ അച്ഛന്റെ സ്നേഹം എപ്പോഴും നിശബ്ദതയിലാണ് ഒഴുക്കപ്പെടുന്നത്. കുഞ്ഞിന്റെ ആദ്യ ചുവടുകൾ കാണാൻ കാത്തിരിക്കുന്ന കണ്ണുകൾ, ആദ്യ വിജയത്തിൽ അഭിമാനത്തോടെ തിളങ്ങുന്ന മുഖം, ആദ്യ പരാജയത്തിൽ തളരാതെ നിൽക്കാൻ ആ കുഞ്ഞിന് കരുത്ത് നൽകുന്ന കൈകൾ, അതാണ് അച്ഛൻ. തന്റെ സ്വപ്നങ്ങൾ പലപ്പോഴും മാറ്റിവെച്ച് മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന മനുഷ്യൻ. വെയിലിലും മഴയിലും ക്ഷീണത്തിലും പ്രയാസത്തിലും കഷ്ടപ്പാടിലും സമ്പത്തിലും കുടുംബത്തിന്റെ സന്തോഷത്തിനായി നിശബ്ദനായി നിൽക്കുന്ന പോരാടുന്ന ഹൃദയമുള്ള അച്ഛൻ. ചിലപ്പോൾ ശാസനയായി, ചിലപ്പോൾ ഉപദേശങ്ങളായി, ചിലപ്പോൾ വെറും ഒരു നോട്ടമായി അച്ഛന്റെ സ്നേഹം പല രൂപങ്ങളിൽ നമ്മെ തേടിയെത്തുന്നു. നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങളുടെ അച്ഛന്റെ സ്നേഹം? അച്ഛന്റെ സ്നേഹം എങ്ങനെയാണ്? എടുത്തു തോളത്തിട്ടാണോ സ്നേഹം? ഉമ്മ വെച്ച് നിറച്ചാണോ സ്നേഹം നൽകുക? അവർ സൈലൻസിലാണ്. നമ്മുടെ അച്ഛന്മാര്, അപ്പന്മാര്, പപ്പമാര് എങ്ങനെയാണ് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് ഒത്തിരി ഉമ്മകളായിരിക്കാം, ഒത്തിരി പ്രകടനങ്ങളാവാം. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഒരു സിനിമയിലേക്കാണ്. സരോജ് കുമാർ എന്ന് പറയുന്ന ആ നായകനിലേക്കാണ്. ആ നായകനോട് മുകേഷ് പറയുന്നൊരു വാക്കുണ്ട്, എടോ പ്രകടിപ്പിക്കാത്ത സ്നേഹം ആർക്ക് വേണമെടോ? ആ നായകനായ ശ്രീനിവാസൻ പറയുകയാണ്, എനിക്കെന്റെ മോനെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ എനിക്കത് പ്രകടിപ്പിക്കാനാകുന്നില്ലെന്ന്. അതെ, പ്രകടിപ്പിക്കാനാകാത്ത സ്നേഹമാണ് പല മാതാപിതാക്കൾക്കും ഉള്ളതെന്നല്ല പറയുക, പല പിതാക്കന്മാർക്കും ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് പല മക്കളും പിതാവിനെതിരാകുന്നത്, പിതാവിനെ തല്ലുന്നത്, പിതാവിനെ തള്ളുന്നത്. ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴും ഞാൻ പറയുകയാണ്, സുഭാഷിതങ്ങൾ 20:7 നീതിമാൻ തന്റെ സത്യനിഷ്ഠയിൽ നടക്കുന്നു, അവന്റെ ശേഷം വരുന്ന മക്കൾ ഭാഗ്യവാനാണ്. അതെ, നീതിമാനായ പിതാവിന്റെ മക്കൾ ഭാഗ്യവാനാണെന്ന് ബൈബിളിലെ സുഭാഷിതങ്ങൾ പറയുകയാണ്. ലോകത്തിലെ എല്ലാ അച്ഛന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, എല്ലാ അപ്പന്മാർക്കും, പപ്പമാർക്കും, ഡാഡിമാർക്കും സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലമായി ജീവിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചാനലിന്റെ ഹൃദയം നിറഞ്ഞ കൈ. നിങ്ങൾ നൽകിയ സ്നേഹത്തിനും ത്യാഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഒരു കുടുംബത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് ആ വീട്ടിലെ പിതാവാണ്. പിതാവില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ
നമ്മൾക്കുണ്ട്. അത് മരിച്ചവരായാലും ഉപേക്ഷിച്ചു പോയവരായാലും അങ്ങനെ ഒത്തിരി. എങ്കിലും പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചിലരെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ തലത്തിലേക്ക് വരുന്നവരുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അരോണ മീനിന്റെ സവിശേഷത തന്നെയാണ് നമ്മുടെ മിക്ക പിതാക്കൾക്കും. 9 മാസത്തെ മാത്രമല്ല അവരുടെ കാത്തിരിപ്പ്. അമ്മ ഉദരത്തിൽ സംഭവിക്കുമ്പോൾ പിതാവ് ബ്രെയിനിൽ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ ആ പിതാവിൻ്റെ അവസാന ശ്വാസം വരെ അവർ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഫാദേഴ്സ് ഡേക്ക് ഇതിലും നല്ലൊരു ആമുഖം വേഴാമ്പലാണ്. വേഴാമ്പൽ ആ കുടുംബത്തിന് വേണ്ടി അവൻ ജീവിക്കും. അവരുടെ അവസാനം കഴിഞ്ഞാൽ അവനില്ല. അതാണ് വേഴാമ്പൽ. ഇന്ന് ഈ മത്സ്യങ്ങളാണ് നിങ്ങൾക്കായി തരുന്ന ഫാദേഴ്സ് ഡേയുടെ സന്ദേശം. ഇനി ഞാൻ വരികയാണ്. മദേഴ്സ് ഡേ ഉണ്ടല്ലേ, എല്ലാവർക്കും ഡേ ഉണ്ട്. ഐക്യരാഷ്ട്രസഭ വിവിധ ഡേ തരുന്നുണ്ട്. ഈ ഫാദേഴ്സ് ഡേ ആരാണ് കണ്ടുപിടിച്ചത്? ഏതെങ്കിലും ഒരു ഫാദർ അല്ലേ, ആകുമായിരിക്കുമോ? ഒരുപക്ഷെ ഉത്തരങ്ങളും അത് തന്നെയാണ്. എന്നാൽ അതല്ല, ഒരമ്മയാണ് ആ ദിവസത്തെ ഫാദേഴ്സ് ഡേ ആക്കിയത്. ആരാണ് ആ അമ്മയെന്ന് നമ്മൾക്ക് അറിയാം. കാരണം ഒരു മകൾക്ക് തൻ്റെ അപ്പനെ അറിയാനാവൂ. അറിയുക, ഒരു മകൾക്കാണ് തൻ്റെ അപ്പനെ അറിയാനാവുക. നിങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും, തൻ്റെ അപ്പനോട് ഏറ്റവും സ്നേഹമുണ്ടാകുന്ന ആർക്കാണ്? മകൾക്കാണ്. മകനല്ല, മകൾക്ക്. അത് തന്നെയാണ് ഞാൻ പറയുന്ന മിസ്സിസ് സൊണോറ സ്മാർട്ട് ഡോട്ട് എന്ന് പറയുന്ന ഒരു മകൾ. ഈ മകളാണ് ഫാദേഴ്സ് ഡേയുടെ മദർ ഓഫ് ഫാദേഴ്സ് ഡേ എന്ന് പറയാം. എന്ത് ഒരു സ്ത്രീ ഈ ഫാദേഴ്സ് ഡേ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നാളുകളോളം കാത്തിരിക്കണം, അതിനു വേണ്ടിയിട്ട് ഓരോ തലങ്ങളിൽ തേടി നടക്കണം, ആ പേര്, ആ അവകാശത്തിന് വേണ്ടി പോരാടണം. ഒരമ്മ ഫാദേഴ്സ് ഡേ തുടക്കം കുറിച്ചതിനെ പറ്റി ഞാൻ പറയുകയാണ്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്, ആ അമ്മയ്ക്ക് നിരത്താനുണ്ട്. ഒരു നല്ല പിതാവിന്റെ കുറവ് ഒരു കുടുംബത്തിനെ അറിയാനാകൂ. ജീവിക്കണം കുടുംബത്തോടൊത്ത്, എങ്കിലേ ഒരു പിതാവിന്റെ മഹത്വം ആ കുടുംബങ്ങൾക്ക് അറിയാനാകൂ, അനുഭവിക്കാനാകൂ. ആ പിതാവും ആ കുടുംബത്തോട് ചേർന്നാകണമെന്നതും കൂടി അറിയണം. 1910 ജൂൺ 19 മുതലാണ് ഈ ആഘോഷം തുടങ്ങിയത്. അതായത് ഇന്നലെയായിരുന്നു ജൂൺ 19. ആ ദിവസം മുതലാണ് ആഘോഷം തുടങ്ങിയത്. എത്ര വർഷങ്ങളായി? 126 വർഷങ്ങളായി ഈ ആഘോഷം തുടങ്ങിയിട്ടും. എന്നിട്ടും പലർക്കും അറിയില്ല ആരാണ് സൊണോറ സ്മാർട്ട് ഡോട്ട് എന്നത്. 2 വർഷത്തെ വ്യത്യാസമേയുള്ളൂ മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും പ്രഖ്യാപിക്കുന്നതിന്. 1600 മദേഴ്സ് ഡേ തുടങ്ങിയെങ്കിലും 1908 മെയ് മാസം മുതലാണ് ഔദ്യോഗികമായി ആഘോഷിച്ചു തുടങ്ങിയതും. മെയ് മാസം 2ാമത്തെ ഞായറാഴ്ചയാണ് മദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേന്റെ കാര്യം പറയുമ്പോഴോ പറയാൻ ഒരിക്കലും വിട്ടുപോകാത്തതാണ് ഈ മദറും. അതുകൊണ്ടാണ് ഞാൻ ഇതും നിങ്ങൾക്കായി നൽകിയത്. മാതാപിതാക്കളെ വേറിട്ടോ വേർതിരിച്ചോ വേർപിരിച്ചോ ആകരുത് നമ്മുടെ സ്നേഹം പങ്കുവെക്കേണ്ടത് എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ വരികയാണ്. അച്ഛൻ കൊമ്പത്ത് അമ്മ ഒരങ്ങത്ത് എന്ന സിനിമയിൽ വളരെയധികം വിഷമം തോന്നുന്ന, ഹൃദയം തകർക്കുന്ന കുറെ വാക്കുകൾ അതിലുണ്ട്. അതിൽ മുരളി എന്ന അച്ഛൻ അനുഭവിക്കുന്ന വേദന, അവിടെ മകൻ പറയുകയാണ്, അച്ഛനെ
മറ്റൊരു വീട്ടിൽ കൊണ്ടുപോട്ടെ, പെങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോട്ടെ, അമ്മയെ ഞാനെടുക്കാം. പല സ്ഥലങ്ങളിലും കാണാം ഈ വേർപെടുത്തൽ. വയസ്സായി കഴിയുമ്പോൾ ഒരാളെ ഒരു മകനെടുത്തേക്കാം, ഒരാളെ മറ്റൊരു മകനെടുത്ത്. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കീറി മുറിക്കലല്ല, വെട്ടിമാറ്റപ്പെടുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും മക്കൾ 3 പേരുണ്ടായിരുന്നു. 3 തലങ്ങളിൽ അവര് ഔദ്യോഗിക തലങ്ങളിലായിരുന്നു. എന്നിട്ടും വർഷങ്ങളോളം ആ സാറായ അപ്പനും സാറായ അമ്മയും കൂടി ജീവിച്ചു. കാരണം മറ്റൊന്നുമല്ല, അവർ ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളതാവണം. അവർക്ക് എവിടെയെങ്കിലും പോകുന്നത് എവിടെയും കൈ പിടിച്ച് വലിച്ചു മാറ്റുന്നതാകരുത്. ഒരു കറിയെടുക്കാൻ പോകുമ്പോൾ ഇത് എടുക്കേണ്ട, ഇത് അമ്മയ്ക്കുള്ളതല്ല, അച്ഛനുള്ളതല്ല എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവരുത്. അവിടെയൊക്കെ വേർപെടുത്തലിന്റെയും കുത്തിനോയിപ്പിക്കലിന്റെയും ഉപേക്ഷിക്കലിന്റെയും വാക്കുകളാണ്. അതെ, നിങ്ങൾ കരുതുക, ഒരപ്പനെയും ഒരമ്മയെയും വേർതിരിക്കാൻ ഇടവരുത്തല്ലേ നിങ്ങൾ. ജൂണിലെ 3ാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ ആയി ആഘോഷിക്കപ്പെടുന്നത്. ആയതിനാൽ തീയതിയേക്കാളും ആ ദിവസത്തിനാണ് പ്രത്യേകത ആഘോഷത്തിനായി തിരഞ്ഞെടുത്തതും. 16-കാരിയായ സൊനാറ ലൂയിസ് ഡോട്ട് അകാലത്തിൽ തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അവളുടെ പിതാവ് സൊനോറയെയും അവളുടെ 5 ഇളയ സഹോദരന്മാരെയും വളർത്തി. അയാൾ നല്ല രീതിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു. തൻ്റെ നെഞ്ചോട് ചേർത്താണ് അവർക്ക് വേണ്ടി പരിപാലിച്ചത്. മറ്റൊരു വിവാഹത്തെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചില്ല, മറ്റൊരു ആഘോഷത്തെപ്പറ്റി ചിന്തിച്ചില്ല, മറ്റൊരു കൂട്ടിനെ പറ്റി ചിന്തിച്ചില്ല. ഒരു ഫ്രണ്ട്സും ഇല്ലായിരുന്നു. പുറത്തേക്ക് പോകുന്നത് തൻ്റെ മക്കളോടൊപ്പമായിരുന്നു. എവിടെയും തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ കോഴിക്കുഞ്ഞുങ്ങളെ തൻ്റെ അമ്മ ചിറകിനോട് ചേർത്ത് നിർത്തുന്നത്? ചിലയിടങ്ങളിലെങ്കിലും അവിടെ പൂവൻ കോഴിയും ഉണ്ടാവും, കാത്തുവയ്ക്കും. അതെ, അതുപോലെ അയാൾ നല്ല രീതിയിൽ തൻ്റെ കുട്ടികളെ പരിപാലിച്ചു. പിതാവിനെ പോലുള്ള വ്യക്തികളെയും, ഒട്ടനവധി അനേകായിരം വ്യക്തികളെ, അനേക ലക്ഷം വ്യക്തികളെ, അനേക കോടി വ്യക്തികളെ അംഗീകരിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഓർമ്മിക്കാനും ഒരു ദിവസം വേണമെന്നവൾ ആഗ്രഹിച്ചു. ഒത്തിരി പേരോട് അത് പങ്കുവെച്ചു. അതിനായി നിവേദനങ്ങളുമായി ഒത്തിരി സ്ഥലങ്ങളിൽ മുന്നോട്ട് പോയി. കാലങ്ങൾ കടന്നു പോകവേ അവളുടെ പിതാവിന്റെ ജന്മദിനമായ ജൂൺ 5 എന്ന ആവശ്യത്തിന് പ്രകാരം ജൂൺ മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയി പ്രഖ്യാപനമുണ്ടായി. നമ്മൾക്കായി കിട്ടുന്ന നൽകുന്ന ദിവസങ്ങളിൽ നാം വിശുദ്ധരോടൊത്തല്ലേ ചിന്തിക്കുന്നത്? പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഒട്ടനവധി വിശുദ്ധർ നമുക്കുണ്ട്, ആയിരക്കണക്കിന് ക്രൈസ്തവർക്കാണെങ്കിൽ. അവർക്കെല്ലാം ഓരോ ദിവസങ്ങളുണ്ട്. അവരെയാണ് ഓർമ്മിക്കുക, അല്ലാതെ നമ്മുടെ പിതാക്കന്മാരല്ല. വിശുദ്ധരോട് ഒത്ത് ചിന്തിക്കുമ്പോഴും പലപ്പോഴും വിട്ടുപോകുന്ന കോടാനുകോടി വിശുദ്ധരും ആ കൂട്ടത്തിലുണ്ടെന്നറിയുക. കാരണം ഒത്തിരിയധികം വിശുദ്ധരുണ്ട് നമുക്ക്, പക്ഷെ പ്രഖ്യാപനത്തിൽ അതില്ല. പ്രഖ്യാപനത്തിൽ ഒത്തിരി വിശുദ്ധന്മാരെ വിശുദ്ധരല്ലാതാക്കി. എങ്കിലും നാം വിശുദ്ധ ഗീവർഗീസിനെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. എടപ്പള്ളി പള്ളിയിലെ ഗീവർഗീസ് പുണ്യാളന്റെ മുമ്പിൽ ക്രിസ്തുവിന്റെ ഒരു രൂപം കൊണ്ടുവന്ന് വെച്ചു. എന്തിനു വേണ്ടി? എടപ്പള്ളിയിലെ പുണ്യാളൻ പുണ്യാളനല്ല എന്നറിയാൻ. എന്നാൽ മറ്റ് പല സഭകളും ആ പുണ്യാളനെ ചേർത്ത് നിർത്തുകയാണ്. കാണുന്നു, നിങ്ങൾ അറിയുന്നു. ആ പേരുകൾ ഇന്നും ലോകത്തുണ്ട്, നമ്മളിലുണ്ട്, നമ്മളുടെ ഇവിടെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് പാതി വഴിയിൽ പിരിയുന്നവരല്ല ഒരു പിതാവും. ഈ കോടാനുകോടി വിശുദ്ധരോടൊപ്പം ഉള്ളവർ തന്നെയാണ് ഓരോ പിതാവും എന്നറിയുക. നമ്മുടെ വഴിത്താരയിൽ കണ്ണുനട്ട് കാത്തിരിക്കുന്നവരാണ് ഓരോ പിതാവും. നിങ്ങളോടൊപ്പം മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്നവരാണ് അവര്. ഒരാപത്തും വരാതിരിക്കാനായി കാവൽ മാലാഖയായി, പ്രാർത്ഥനയായി കൂടെയുണ്ട്. സുഹൃത്തായി എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. കാലിൽ ഒരു മുള്ളു പോലും തറയ്ക്കാതിരിക്കാനായി ഇപ്പോൾ എൻ്റെ മോൾ, എൻ്റെ മോൻ എന്ത് ചെയ്യുകയായിരിക്കും എന്ന് തൻ്റെ ജോലിക്കിടയിലും മനസ്സിൽ അളക്കുന്നവരാണ് ഓരോ പിതാവും.
ലോകത്തിലെ ഏത് മൂലയിലാണെങ്കിലും അവരറിയാതെ പിന്നാലെ കൂട്ടുന്നവരാണ് മക്കളെ. ഹൃദയത്തോട് തൊന്നിച്ചേർക്കപ്പെട്ടവരാണ്. ഞാൻ KCBയിൽ ആയിരുന്ന കാലത്ത് ഏത് സ്ഥലങ്ങളിൽ പോയാലും അങ്ങനെയാണ്. ഞാൻ ഓരോ ദിവസവും 387 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചെങ്കിൽ രാത്രി മുഴുവൻ ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും ഞാൻ വീട്ടിലെത്തുക. അല്ലെങ്കിൽ ഞാൻ 2 വീലർ 159 കിലോമീറ്ററോളം തിരൂരിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ പാതിരാത്രിയാകും. വെറും 2 മണിക്കൂറായിരിക്കും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക. അതിനുശേഷം രാവിലെ ബൈക്ക് എടുത്ത് പോകും. അതെന്തിനു വേണ്ടി? മക്കളെ കാണാൻ. ന്യൂസ് കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ഞാൻ പോകും അമ്പലപ്പുഴയിൽ നിന്ന്, അത് വടക്കഞ്ചേരിയിൽ നിന്ന് പാതിരാത്രി ബസ്സൊന്നും കിട്ടാതെ നടന്നു പോകും 20-21 കിലോമീറ്റർ. ആ രാത്രിയിലും ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എന്താണ്? എൻ്റെ മോളാണ്, എൻ്റെ മക്കളാണ്, അവരെ കാണാനാണ്. അപ്പോൾ ചോദിച്ചു പലരും എന്തിനാണ് പോകുന്നതെന്ന്. അത് ഒഫീഷ്യൽ കാര്യത്തിലായാലും അവിടെയുള്ള ആളുകളും ചോദിക്കും, എന്തിനാണ് മനു എപ്പോഴും ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത്? അതാണ് ഒരു പിതാവിന് തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. നിങ്ങൾ അറിയാതെ പോകുന്ന സ്നേഹം. നമ്മുടെ മുഖമൊന്ന് വാടിയാൽ ഹൃദയം തുറങ്ങുന്നവരാണ് നമ്മുടെ അപ്പന്മാർ. നമ്മുടെയൊക്കെ ഒരു തുള്ളി കണ്ണുനീർ കാണുമ്പോൾ അകക്കണ്ണ് കരയുന്നവരാണവർ, കരഞ്ഞ് കലങ്ങുന്നവരാണവർ. നമ്മുടെയൊക്കെ നിസ്സാര മുറിവുകൾ പോലും ഹൃദയത്തെ കുത്തിക്കീറുന്ന വാളുകളാണവർക്ക്. ഒത്തിരി പേരും ചിന്തിക്കുന്നതാണ്, അപ്പനെന്താ ഇങ്ങനെ? സന്തോഷം വരുമ്പോൾ പൊട്ടിച്ചിരിക്കില്ല, സങ്കടം വരുമ്പോൾ പൊട്ടിക്കരയില്ല, വിഷമങ്ങളും വേദനകളും വരുമ്പോഴും പുഞ്ചിരിക്കും. വേദനയിൽ നിറഞ്ഞ പുഞ്ചിരി. വിഷമഘട്ടങ്ങളിൽ ഒന്നും പറയില്ല, ഒന്നും ഷെയർ ചെയ്യില്ല. ഏയ് ഒന്നുമില്ല മോളെ എന്ന മറുപടിയിൽ ഒതുക്കും എല്ലാം. ഇതെന്തൊരു പപ്പയാണ്, പ്രകടിപ്പിക്കാൻ അറിയില്ലേ? ജീവിതത്തിന്റെ തീച്ചുളയിൽ പാട് പെടുന്ന ഒത്തിരി മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ ആ ശ്രീനിവാസിനെ പോലെ ഒന്നും പ്രകടിപ്പിക്കാൻ ആവില്ലായിരിക്കാം. എങ്കിലും നമ്മുടെ മക്കൾക്കൊക്കെ അറിയാനാവും, അനുഭവിക്കാനാവും. അവർ മാതാപിതാക്കളോടൊപ്പം ചേർന്നിരിക്കുകയാണെങ്കിൽ കാണാനാകും അവർക്ക് ആ അപ്രദയത്തിന്റെ വിങ്ങലുകൾ, അനുഭവിക്കാനാകും ആ മനസ്സിന്റെ വിതുമ്പലുകൾ, ആ മുഖത്ത് മിന്നിമറയുന്ന ഭാവവ്യത്യാസങ്ങൾ, തേങ്ങലുകൾ ആ കണ്ണിൽ നോക്കി വായിക്കാനാകും അവർക്ക് ആ ഹൃദയത്തിൽ കോറിയിട്ട അക്ഷരങ്ങൾ. എൻ്റെ മക്കൾ രണ്ടുപേരും ചോദിക്കാറുണ്ട് അമ്മയോട് എൻ്റെ മുഖത്തിന്റെ ഭാവങ്ങളെ പറ്റി. അത് ഇപ്പോഴും അങ്ങനെയാണ്. മുഖത്തെ വ്യത്യാസങ്ങൾ വായിച്ചെടുക്കുന്നവരാണവർ. അവർ ചോദിക്കും, എന്താ പപ്പ ഇങ്ങനെ? ഓരോ സമയത്തും അങ്ങനെയാണ്. ശരിയാണ്, ആ സമയത്തേക്ക് ചിന്തകളോടെയാണ്. മുമ്പുള്ള ഒരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ അതൊരു ഞായറാഴ്ചയാണ്. ട്രീറ്റമോളും ടിറ്റമോളും ഹോസ്റ്റലിൽ ആയിരുന്നു. ആ ഞായറാഴ്ച ട്രീറ്റമോൾ ഞങ്ങളോടൊപ്പമായി. കാരണം ഫാദേഴ്സ് ഡേ ആയതിനാൽ അവൾ അറിഞ്ഞുകൊണ്ടെത്തുകയാണ്. അതായത് ഇന്റേണൽ എക്സാം നടക്കുന്ന ആ സമയത്ത് ടിറ്റമോൾക്ക് വരാനായില്ല. എന്നാൽ ട്രീറ്റമോൾ അവളോട് സംസാരിച്ചു, ടിറ്റമോളെ വിളിച്ച് സംസാരിച്ചു, നീ വരണ്ട, നീ എക്സാമിന് പഠിക്കൂ. പാതിരാത്രി ട്രീറ്റമോൾ വീട്ടിലെത്തി. എന്നോട് പറഞ്ഞില്ല അടുത്ത ദിവസം ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട്. ഞാനത് ശ്രദ്ധിച്ചുമില്ല. വെളുപ്പിനെ മമ്മയും മോളും കൂടി പള്ളിയിൽ പോയിരുന്നു. ട്രീറ്റമോൾ മമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, പപ്പയുടെ കണ്ണുകൾ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ മമ്മയെ, അതായത് പെണ്ണുകാനായി വന്നപ്പോൾ പെങ്ങന്മാരും അളിയന്മാരും ചേട്ടനും അങ്കിളും ആന്റിയൊക്കെ പറഞ്ഞു, നീ ആ കുട്ടിയുടെ കണ്ണുകളുടെ തിളക്കം കണ്ടില്ലേ, നമ്മൾക്ക് ഈ ബിന്ദുവിനെ തന്നെ മതി എന്ന്. അങ്ങനെ പറഞ്ഞ് ചെറിയൊരു ചിരിക്ക് വഴിമരുന്നിട്ട് ഞാൻ ഒഴിഞ്ഞു. കാറ്റഗിസം കഴിഞ്ഞ് മമ്മയും മോളും വന്നപ്പോൾ വെറുതെ സോഫയിൽ കിടക്കുകയായിരുന്നു ഞാൻ. ഇളയമോൾ
പെറ്റമോൾ ഫാദേഴ്സ് ഡേക്ക് വാട്സാപ്പിൽ നൽകിയ മെസ്സേജുകളും അവളുടെ വിളികളുമാണ് എൻ്റെ കണ്ണുകളെ നിറച്ചതെന്ന് ഞാൻ പ്രീതമോടും പറഞ്ഞില്ല, മമ്മിയോടും പറഞ്ഞില്ല. അവൾ എൻ്റെ ഫോൺ നമ്പറിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വിളിച്ചതിൻ്റെയും വന്നതിൻ്റെയും ലിസ്റ്റിന്റെ കോപ്പി കൂടി അവൾ തരികയാണ്. വിളിക്കുമ്പോൾ ഞാൻ അധികം രണ്ടുപേരോടും സംസാരിക്കാറില്ലായിരുന്നു, ശ്രമിക്കാറുണ്ടായിരുന്നു. മമ്മിക്ക് ഉടനെ ഞാൻ ഫോൺ കൊടുക്കും, അല്ലെങ്കിൽ കിട്ടുമ്പോൾ തന്നെ എന്തെങ്കിലും കുറച്ച് വാക്കുകൾ പറഞ്ഞ് ഒഴിയും. എന്നിട്ട് ആ ശബ്ദം ഞാൻ മാറി നിന്ന് കേൾക്കും നിങ്ങളോടെ. ഇന്നും അതിനൊന്നും വലിയ വ്യത്യാസമില്ല. ഓരോ മക്കളും നമ്മുടെയൊക്കെ കയ്യകലത്തിൽ നിന്നും അല്പം മാറി നിന്നാൽ നമുക്ക് സഹിക്കാനാവില്ല. മൂത്ത മോൾക്ക് ആദ്യമായ ഒരു പ്രപ്പോസൽ വന്നപ്പോ ഞങ്ങള് രണ്ടുപേരും അനുഭവിച്ച വേദന അറിയണം. ഇതെന്തൊരു പപ്പയാണ്, ഇതെന്തൊരു മമ്മയാണ്. എനിക്കതിന് പ്രായമായോ? നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമാണോ മറ്റൊന്ന്? എന്നെ വേർപെടുത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അതോടെ കുറച്ചു നാളത്തേക്ക് ബൈ ബൈ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, മക്കളെ, നിങ്ങൾ ചില നൈമിഷികമായ പലതിനും വേണ്ടി ആ സ്നേഹത്തിൽ നിന്ന് തെന്നി മാറുമ്പോൾ, ഭാര്യമാരാലോ മറ്റേതെങ്കിലും കാരണത്താലോ മാറ്റപ്പെടുമ്പോൾ, അകലുമ്പോൾ, വൃദ്ധസദനങ്ങളിലോ അഗതി മന്ദിരങ്ങളിലോ ആലയങ്ങളിലോ തെരുവേരങ്ങളിലോ ഉപേക്ഷിക്കപ്പെടുമ്പോൾ പോലും നിങ്ങളെ അറിയുന്ന ഒരു മാതാപിതാക്കളും നിങ്ങളെ ശപിക്കില്ല. സ്നേഹമാകും മനം നിറയെ. നിങ്ങൾക്ക് അത് നേരിട്ട് നൽകാത്തതിലെ വിഷമമാകും. കുഞ്ഞുനാളിൽ നിങ്ങൾ തല്ലുമ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒത്തിരി വേദനിക്കുമ്പോൾ ഒരു മാതാപിതാക്കളും തള്ളിക്കളയില്ല ഒരു മക്കളെയും. നിങ്ങൾ അറിയണം, നിങ്ങൾ തല്ലുന്നുണ്ട് നിങ്ങളുടെ മാതാവിനെ, നിങ്ങളുടെ പിതാവിനെ, വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പല സാധനങ്ങൾ കൊണ്ടും. ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞു, ഒരു മകൾ തൻ്റെ മാതാവിനെ പുട്ടുകുറ്റി വെച്ചടിച്ചത്, 3 സ്റ്റിച്ച് വേണ്ടി വന്നു. അവിടെയും ആ സ്നേഹം കൊണ്ട് അവളെ എതിർത്തില്ല. ഒരമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരമ്മയെ വൃദ്ധസദനത്തിൽ വിട്ടത് മരുമകളുടെ ആവശ്യപ്രകാരമാണ്. മരുമകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്കായി അവർക്ക് ജീവിക്കാനാവില്ലായിരുന്നു. ആ അമ്മയെ വൃദ്ധസദനത്തിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഈ മകൻ പോയി കാണുമായിരുന്നു. ഒരു ഫാനില്ലാത്ത മുറിയായിരുന്നു ആ അമ്മ കിടന്നിരുന്നത്. ഒരു ദിവസം ആ അമ്മ പറഞ്ഞു, മകനെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ വൃദ്ധസദന അധികൃതർ പറഞ്ഞു, അമ്മയ്ക്കല്പം സീരിയസ് ആണ്, താങ്കൾ വന്ന് അമ്മയെ കാണണം, അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അങ്ങനെ ആ മകൻ ആ ദിവസം പോയില്ല, മരുമകൾ വിട്ടില്ല. പിറ്റേ ദിവസം ആ മകൻ ചെന്നപ്പോൾ അമ്മ അവസാന ശ്വാസം വലിക്കുകയാണ്. ആ സമയത്ത് അമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അമ്മേ പറയൂ, എന്ത് വേണമെങ്കിലും അമ്മയ്ക്ക് സാധിച്ചു തരാം. അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകണോ? വേണ്ട, അതൊന്നും അല്ല മോനെ, ഇവിടെ ഫാനുകളില്ല, പല മുറികളിലും ഫാനുകളില്ല. അതുകൊണ്ട് നീ കുറച്ച് ഫാനുകൾ വാങ്ങിച്ചു കൊടുക്കണം. സ്കൂളിൽ നിന്ന് പെൻഷൻ ആയപ്പോൾ കുറെ തുക നിന്റെ പേരിൽ ഞാൻ FD ആക്കിയിട്ടിട്ടുണ്ട്. അത് നീ അറിയുന്നില്ല. അതിങ്ങനെ കൂടിക്കൂടി ഇപ്പൊ അതൊരു ലക്ഷങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് ലക്ഷങ്ങളായില്ലേ, അമ്മയ്ക്ക് തിരിച്ചെടുക്കാനാവില്ലേ? അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ് ഞാൻ നിന്നോട് പറയുന്നത്. നീ എല്ലാ മുറികളിലും ആ കാശ് കൊണ്ട് കുറച്ച് ഫാനുകൾ വാങ്ങണം, ആ ഫാനുകൾ ഇടണം. അപ്പൊ
പറയുകയാണ്, ഞാൻ ഇന്നത്തോടെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാകും. അമ്മേ, എന്തിനാണ് അമ്മ മരിക്കുമെങ്കിൽ ഈ ഫാനുകളുടെ ആവശ്യം? അത് എനിക്ക് വേണ്ടിയല്ല മോനെ. എനിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ഞാൻ മുമ്പ് നിന്നോട് പറയുമായിരുന്നു. ഞാൻ വേർത്ത് കുളിച്ച് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ പോലും ഞാൻ ഇതേപ്പറ്റി ചിന്തിച്ചില്ല. നാളെ നിന്റെ മക്കൾ നിന്നെ ഈ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ മകൻ AC-യിലൊക്കെ കഴിയുന്നതല്ലേ, ഫാനിനടിയിൽ കഴിയുന്നതല്ലേ, നിനക്കൊരിക്കലും അത് ഉൾക്കൊള്ളാനാവില്ല, അഡ്ജസ്റ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് മോനെ ഈ ഫാനിന്റെ കാര്യം പറഞ്ഞത്. ഇന്നേക്ക് വേണ്ടിയല്ല ഒരു മാതാവും ഒരു പിതാവും മക്കൾക്കായി കരുതുന്നതും ചിന്തിക്കുക, നാളേക്ക് വേണ്ടിയാണ്. ഞങ്ങൾ കൺസ്ട്രക്ഷൻ പീപ്പിൾ ആണ്. ഇന്നത്തെ തലമുറ, ഈ കഴിഞ്ഞ തലമുറ കൺസ്ട്രക്ഷൻ പീപ്പിൾ ആണ്. മക്കൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി സൗധങ്ങൾ, ഒത്തിരി ഒത്തിരി വീടുകൾ, ഒത്തിരി ഒത്തിരി അസറ്റ്സുകൾ സമ്പാദിച്ചു വെക്കുന്നവരാണ്. നിങ്ങൾ കരുതുക, ആ പിതാവിന് വേണ്ടി മാതാവിന് വേണ്ടി എന്താണ് കരുതി വെക്കുന്നത്? അല്പം സ്നേഹം മതി, കരുതൽ മതി, അപ്പ എന്ന് വിളിക്കുന്നത് മതി, കുറച്ച് ചുംബനങ്ങൾ മതി, ഒരു തലോടൽ മതി, അവരെപ്പോഴും കാണൽ മതി. വിവാഹത്തിലൂടെ മാതാപിതാക്കളിൽ നിന്നും അകറ്റുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഒന്ന് ചിന്തിക്കണേ, ഞാൻ മുകളിൽ പറഞ്ഞതുമായി ഒന്ന് ചേർത്ത് ചിന്തിക്കണേ. എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, ജീവിക്കുന്ന വിശുദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി ഫാദറിന് മാത്രമായി ഒരു ദിവസം അതൊരിക്കലും സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഒരു പിതാവിനും കാണില്ല. അവർ പറയും, ഫാദേഴ്സ് ഡേ അല്ല വേണ്ടത്, ഫാമിലീസ് ഡേ ആണെന്ന്. തനിക്ക് വേണ്ടി മാത്രമായി ഒന്നും കരുതാത്ത, ആഗ്രഹിക്കാത്ത, അതെല്ലാം സ്നേഹപൂർവ്വം നിരസിക്കുന്നവരാണ് ഒരു പിതാവ് എന്നറിയുക. ഒരു പിതാവിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം അവർ ആഗ്രഹിക്കില്ല, അവരുടെ ബർത്ത്ഡേ അവർ ആഗ്രഹിക്കില്ല. അതാകും മിസ്സിസ് സൊനാറ സ്മാർട്ട് ഡോട്ടും ഫാദേഴ്സ് ഡേയുടെ മാതാവായതും. ശരിയല്ലേ? ഒരു പിതാവും അങ്ങനെ ഒരു ഡേ ചെയ്യില്ല, അങ്ങനെ ഒരു ഡേ പ്രഖ്യാപിപ്പിക്കില്ല. കാരണം എന്താണ്? അവരുടെ വാല്യൂ അറിയുന്നത് ഒരു മകളാണ് സൊനോറയെ പോലെ. ഒറ്റയ്ക്ക് തൻ്റെ 6 മക്കളെ വളർത്തേണ്ടി വന്ന പിതാവിനെ ഓർത്തപ്പോഴാണ് ആ മഹത്വം ഡോട്ട് അറിഞ്ഞത്, ആ മകൾ ആ മഹത്വം അനുഭവിച്ചതും. ഹാപ്പി ഫാദേഴ്സ് ഡേ. എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും ഓരോ പിതാക്കൾക്കും മക്കൾക്കും നൽകിക്കൊണ്ട്, എൻ്റെ അപ്പച്ചനെയും ഓർത്തുകൊണ്ട്, എന്നെപ്പോലെ ഒത്തിരി പിതാക്കന്മാരെയും ഓർത്തുകൊണ്ട്, നമ്മുടെയൊക്കെ പിതാവിനെ ഓർക്കാനായി ഒരു ഡേയുടെയും ആവശ്യമില്ലെന്നിരിക്കെ കോടാനുകോടി പിതാക്കന്മാരിൽ നിന്ന് ഹൃദയത്തിൻ്റെ കയ്യൊപ്പുമായി ഈ ഞാനും നൽകുകയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഫാദേഴ്സ് ഡേ ആശംസകൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.